ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഒരു സൂപ്പർ ഫുഡാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ കറി. ഞാൻ സൂപ്പർ എന്ന് പറയാൻ കാരണം കറിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ചെറുപയറാണ്. ചെറുപയർ കൊണ്ടൊരു ചപ്പാത്തിക്കും കഴിക്കാം, ചോറിനും കഴിക്കാം, പുട്ടിനും കഴിക്കാം, ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ അത്യാവശ്യം കഴിക്കാവുന്ന ഒരു നല്ല കറി. അധികം മസാലകളൊന്നും ഞാൻ ചേർക്കാറില്ലെന്നും നിങ്ങൾക്കറിയാമല്ലോ. മസാലയൊക്കെ കുറച്ച് ഒരു സൂപ്പർ ചെറുപയർ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചെറുപയർ ഞാനൊരു 2-3 മണിക്കൂറേ കുതിർത്തിട്ടുള്ളൂ. ഒന്ന് വെള്ളത്തിലിട്ട് ഇതിന് 1/2 കപ്പ്, എന്നിട്ട് അതിലേക്ക് വേറെ ചില സാധനങ്ങളും കൂടെ ഇട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് കഴുകിയത് മാറ്റി, കഴുകി വെള്ളത്തിലിട്ടതാണ് പല പ്രാവശ്യം, എന്നാലും ഈ വെള്ളത്തിൽ നിന്ന് വാരി കുക്കറിലേക്കിടാം. ഒരു 1.5 കപ്പോളം വെള്ളം കാണും. ഇത് തന്നെയല്ല വേവിക്കുന്നത്. ശകല മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് കൂട്ടത്തിൽ ചില ചേരുവകളൊക്കെ വേണം. അത് ഒരു വലിയ സബോള. നമ്മുടെ കൈയോളം നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല സത്യത്തിൽ. ഒന്നാലോചിച്ച് നോക്കിയേ എത്രമാത്രം വെർസറ്റൈലാണ് നമ്മുടെ കയ്യിന്ന്. അപ്പോൾ പയറ്, തക്കാളി, സബോള ഇത്രയും, നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടി, അത് മതി. ഇനി 2-3 ഇത് ചെറിയ പച്ചമുളക്, ചെറുതായിരുന്നു, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുപയർ കുതിർത്തതുണ്ട് 1/2 ഗ്ലാസ്, പിന്നെ തക്കാളി ഉണ്ട് 1 എണ്ണം വലുത്, സബോള ഉണ്ട് 1 എണ്ണം വലുത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്. ഇതിലേക്ക് നമുക്ക് ഒരു ഏകദേശം വേണ്ട ഉപ്പും കൂടി ചേർക്കാം. ഒരു ശകലം കൂടെ വെള്ളം വേണം. വെള്ളം അളക്കാതെയാണ് ഒഴിച്ചത്. ഇനി ഇത് പ്രഷർ കൊടുത്ത് ഒരു 5-6-7 വരെ പോകാം. തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെന്തില്ലെന്ന് തോന്നിയാൽ ഒരു വിസിലും കൂടെ കൊടുക്കാം. നല്ലപോലെ വെന്തുടയണം ചെറുപയർ, അതാണ് അതിൻ്റെ പാകം. നമ്മൾ ഉടയ്ക്കാനൊന്നും ഇടവരണ്ട, തന്നെത്താനെ ഉടഞ്ഞു വരും. മൂങ് ദാൽ എന്നും മൂങ്കെന്നുമാണ് ഇതിനെ പല സംസ്ഥാനങ്ങളിലും വിളിക്കുന്നത്. ഞാനിത് സൂപ്പറാണെന്ന് പറയാൻ കാര്യം, ഇതിനകത്ത് നന്നായിട്ട്, ഇതിനകത്തല്ല, എല്ലാ പയറിലും എല്ലാ പരിപ്പിലും നന്നായിട്ട് പ്രോട്ടീനുണ്ട്. അതുകൊണ്ട് മീനും ഇറച്ചിയും ഒന്നും കഴിക്കുകയില്ലാത്ത ആൾക്കാർ, വെജിറ്റേറിയൻസ്, തീർച്ചയായിട്ടും ദിവസവും ഏതെങ്കിലും ഒരു പയർ വിഭവം, സാമ്പാറായിട്ടായാലും, സാമ്പാറിനെ നമുക്ക് സൂപ്പെന്ന് വിളിക്കാം, പിന്നെ ഇതുപോലെ ഏതെങ്കിലും പയറും പരിപ്പും ഒക്കെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം അടങ്ങിയതാണ് പയറും പരിപ്പും. ഇതാ നോക്കൂ, നല്ലപോലെ ഉടഞ്ഞു. 5-6 വിസിൽ വന്നപ്പോഴാണ് ഞാൻ എടുത്തത്. കാരണം നല്ലപോലെ ഉടയണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്താ പോരാ, ഉടയണം. ശകലമൊക്കെ ഉടച്ചാലും നല്ലതാണ് കേട്ടോ. എല്ലാം നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഇത് കുറുകി വരും. ഈ വെള്ളമൊക്കെ, നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം വെന്തിട്ടുണ്ട്. ഇത് തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ നമുക്ക് വേണേ ചേർക്കാം ഇതിലോട്ട്, നല്ലതായിരിക്കും. പക്ഷേ ഇത് ഞാൻ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇതിലേക്ക് ഇടേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചത്. ഒരേ ഒരു മസാലയേ ഇതിനുള്ളൂ ഇതിൻ്റെ. ഇതിനി നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇത്രയും വെള്ളം വേണം. ഈ വെള്ളം ഇനി ഇരുന്ന് കുറുകും. കഴിക്കാറാവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ വെള്ളം, ഇത്രയും വെള്ളത്തിലും കഴിക്കാൻ നല്ലതാണ് ഇത്. എനിക്ക് ഇത്രയും വെള്ളം ഉള്ളതാണ് ഇഷ്ടം. ചപ്പാത്തിക്കുമൊക്കെ കഴിക്കുമ്പോഴേ സ്വല്പം വെള്ളം വേണ്ടേ. അപ്പോൾ ഇത് ഇനി കടുക് വറുത്താൽ മാത്രം മതി, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. കടുക് വറുക്കാൻ പോവുകയാണ്. നെയ്യിൽ, പറ്റുമെങ്കിൽ നെയ്യിൽ തന്നെ കടുക് വറുക്കണം. ഞാൻ നെയ്യിലാണ് കടുക് വറുക്കാറ് സാധാരണ ഇതുപോലത്തെ കറി. നമുക്കൊന്ന് കടുക് വറുക്കാം. 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ച് നെയ്യ് ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക്, മുളക്, പിന്നെ ചുമന്നുള്ളി അരിഞ്ഞത് വട്ടത്തിൽ,
അതൊരു 10, 15, 20 വരെയൊക്കെ ആകാം. കറിവേപ്പില പിച്ചിയിട്ടു. ഉള്ളി ചുമന്ന് വരണേ. ഉള്ളി മൂത്ത മണം വന്നു. നമുക്കിത് നടുക്കോട്ട് ഒഴിക്കാം. എളുപ്പം ഉണ്ടാക്കാം, നല്ല സ്വാദുമുണ്ട്, നല്ല ഗുണങ്ങളുമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നന്ദി, നമസ്കാരം.